പറയുള്ളൂ. എന്നെ ഇങ്ങനെ ഇട്ട് വട്ട കേൾക്കും. നമ്മൾ പോകുന്ന ഒരു അമ്പലത്തില്. അതന്നെയല്ലേ ഇപ്പൊ പോയത്. ഇനി ഇക്കരയാണോ അക്കരയാണോ? ഇനി ഇക്കരയല്ല, ഇനി വേറൊരു ഇനി നോർത്താണോ? വെസ്റ്റ് സൗത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മളൊരു മുത്തപ്പൻ്റെ അടുത്ത് പോകും. അത് കഴിഞ്ഞിട്ട് കേട്ടോ, എന്നിട്ട് നേരെ വീട്ടിൽ പോകും. മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ നമ്മൾ വേറൊരു ക്ഷേത്രം, മൃദംഗ ശൈലേശ്വരി. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര കിലോമീറ്റർ? 30 40? അത്രയൊന്നുമില്ല. 1 കിലോമീറ്റർ പോലും ഇല്ലേ? ആണോ? പേട്ടൻ വന്നല്ലേ, പേട്ട തുള്ളാമെന്നല്ലേ, കേട്ട തുള്ളേ കച്ചോ മുക്കല്ലേ. പേട്ടൻ വന്നല്ലേ, പേട്ട തുള്ളാമെന്നല്ലേ, കേട്ട തുള്ളാമെന്നല്ലേ, കെക്കോമ്പറക്കേ. മനക്കി സിച്ചുള്ള പഴം പോലും മനക്കി സെഞ്ചു കളിൽ കിടക്കും. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ ട്രാഫിക് ജാമായി. അപ്പൊ നമ്മൾ വണ്ടി ഇട്ട സ്ഥലത്തൊക്കെ കടകളായിരിക്കും. താൽക്കാലിക കടകളെ, കാപ്പി ചായ എല്ലാം. വേണോ? ഇക്കരെ കൊട്ടിയിരുന്ന് വിളക്കിനൊക്കെ തെളിച്ച്. പക്ഷെ എനിക്കത് അതിശയമായിട്ട് തോന്നുന്നത് ഒരു മാസമാണ്. ഈ ഒരു മാസം ഇതിനകത്ത് എണ്ണ വേറെ നട തുറക്കാതെ ഒരു മാസം കേട്ടോ. അതിന് പറയുന്നത് എന്തെന്നറിയാവോ? ദിവസവും പിന്നെ നാരദരും ദേവകളും വന്ന് കുട്ടിയൂരപ്പനെ തൊഴുത് വിളക്ക് കത്തിക്കുമെന്നാണ് പറയുന്നത്. ആയിരിക്കും. ഓരോന്നിനും ഓരോ ചൊല്ലുണ്ട്. ഇതാണ്ട് തിരുവൈരാണിക്കുളത്ത് 10 ദിവസമല്ലേ നട ഉറക്കുള്ളൂ. പോയിട്ടുണ്ടോ മാഷ അവിടെ? തിരുവൈരാണിക്കുളത്ത് ചെങ്ങന്നൂര് ബസ് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇഷ്ടം പോലെയാണ് ഈ ഉത്സവത്തിന് ബസ്സുള്ളത്. നടയിൽ ഇറങ്ങാം, അവിടെ ഇറങ്ങാം, അവിടെ ഇറങ്ങി തൊഴുതിട്ട് അതുപോലെ ഇനി പോരാം. അഞ്ചാറ് പേര് ഓഫർ തന്നിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. അതിന്റെ സൈഡില് അങ്ങ് മല കാണുന്നില്ലേ? ആ മല അങ്ങ് കയറി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാല്, കുറച്ച് കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മളെ വളയെത്തി കേട്ടോ. പണ്ട് കാലത്ത് അച്ഛന്റെ അമ്മയൊക്കെ ആ കാട്ടുകൂടി എവിടെ വരാൻ അച്ഛന്റെ അമ്മേന്റെ കാലഘട്ടത്തിൽ അതൊരു ഗ്രൂപ്പായിട്ടാ വരുവാ. കാരണം ഗ്രൂപ്പായിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം മൃഗങ്ങളെ ശല്യമൊക്കെ ഉണ്ടാവും. പിന്നെ വരുമ്പോ അന്ന് തന്നെ എത്തണമെന്നില്ല. അതെ, രാത്രി അവിടെ എവിടെയെങ്കിലും ചുട്ടുമിന്നിച്ച് കിടക്കും. അല്ല, ആദിവാസികളുടെ കുടിലെങ്ങാണ്ട് കിടക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുണ്ടാവും. നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു കഥകളും ഇല്ല. ആറളം ഫാം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് പ്രസിദ്ധപ്പെട്ട ഒരു
അഗ്രികൾച്ചറൽ ഫാമാണത്. എന്തെല്ലോ ഗവേഷണങ്ങളോ ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെയൊക്കെ പിന്നെന്താ പറയുക, പുരാതനമായ സ്ഥലമാണ് ഈ ഇരട്ടത്തോട് അത് ഇതെന്നൊക്കെ പറയണത്. കാരണം പിന്നെ അന്ന് ദക്ഷയാഗം നടന്നപ്പോഴത്തേക്കും പിന്നെ ഇത് സതി ഇത് ചെയ്ത സ്ഥലമല്ലേ, ആത്മഹൂതി ചെയ്ത സ്ഥലമല്ലേ. അത് ശിവനെടുത്ത് ഇങ്ങനെ നടന്ന് അത് ഓരോ സ്ഥലത്തിനും സീതത്തോട് പിന്നെ ഇത് എന്തോന്ന് ഇതൊക്കെ ഉണ്ട്, ഓരോ സ്ഥലങ്ങളുണ്ട്. ആ ഓരോ ഭാഗങ്ങൾ വീണ സ്ഥലത്തിന് ഓരോ പേരുണ്ട്. നമ്മളിങ്ങനെ കൊട്ടിയൂർ വരുമ്പോൾ ഓരോ പിന്നെ ഇത് കാണാം. ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമുക്കത് കാണാമായിരുന്നു.